ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം കടന്നുപോയ സാഹചര്യങ്ങളിലൊക്കെ കർത്താവ് സഹായിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിനും സഭയ്ക്കും ഞാൻ നന്ദി പറയുന്നു. read a verse from John chapter 10 verse 14, 14-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. I am the good shepherd. I know my sheep and I am known by my own. 3 ഭാഗമാണ് പ്രത്യേകിച്ചും ആ വാക്യത്തിനകത്തുള്ളത്. The first part is ഞാൻ നല്ല ഇടയൻ. I am a good shepherd. നമ്മൾ ജീവിതത്തിൻ്റെ പല സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്തിലൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന അഷ്വറൻസ് ആണ് ഏറ്റവും വലിയ അഷ്വറൻസ്. മാനുഷികമായി നമുക്കൊരു പക്ഷെങ്കിൽ ആശ്വസിപ്പിക്കാനായിട്ട് പറ്റും, ബലപ്പെടുത്താനായിട്ട് പറ്റും. ബട്ട് വാട്ട് ഈസ് കമ്മിങ് ഫ്രം ദ ലോർഡ് ഡയറക്റ്റ്ലി ഈസ് വാട്ട് വിൽ സ്ട്രെങ്തൻ യു. കർത്താവിനെ സ്ട്രെങ്തൻ ചെയ്ത ഒരു വാക്യമായിരുന്നു, ഇറ്റ് സേസ് ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. സോ ഞാനാണ് നല്ല ഇടയൻ. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കും, നമുക്ക് ചിന്തിക്കുന്നതിന് എല്ലാത്തിനും ഓരോ പരിധികളുണ്ട്. ദർ ഇസ് എ ലിമിറ്റ് ഇൻ ഓൾ വെയർ വി ക്യാൻ ഡു വാട്ട് വി ക്യാൻ ഡു. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരിക്കും, പക്ഷേ എല്ലാ സാഹചര്യത്തിനകത്ത് നിങ്ങൾക്ക് പൈസ നിങ്ങളെ ഒരു പക്ഷത്തിൽ ഹെൽപ്പ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ഗിവ് ദ ബെസ്റ്റ് ഡോക്ടേഴ്സ് ബട്ട് ദ ഹീലിംഗ് കംസ് ഫ്രം ദ ലോർഡ്. സോ പ്രോബ്ലി we can study very well, all that is good, but എക്സാമിന് പോകാൻ രാവിലെ എഴുന്നേറ്റ് നിന്നാലല്ലേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. So there are a lot of things behind it. നമ്മൾ പക്ഷെങ്കിൽ lot of things are taken for granted. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ദൈവം തരുന്നതൊക്കെ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്നതാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. But here the Lord says, I am the good shepherd. ഞാനാണ് നല്ല ഇടയൻ. ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, യു ക്യാൻ കൗണ്ട് ഓൺ മീ എന്ന്. അത് ജീവിതത്തിൽ രുചിച്ചറിയുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ചില ഓപ്പർച്യൂണിറ്റീസ്. കർത്താവിനെ നല്ല ഇടയനാണെന്നുള്ള നിലയിൽ രുചിച്ചറിയുവാനായിട്ട്. സങ്കീർത്തനം 23 കർത്താവ് നമുക്ക് ദാവീദിൻ്റെ ലൈഫിൽ ദാവീദ് രുചിച്ചറിഞ്ഞതിന് ശേഷമാണ് സങ്കീർത്തനം 23 അദ്ദേഹം എഴുതുന്ന ചില ഭാഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ആസ് എ ഗുഡ് ഷെപ്പേർഡ് ദിസ് ഈസ് വാട്ട് ഐ ഹാവ് സീൻ. ഞാൻ കണ്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, ഐ ഡോണ്ട് നീഡ് എനിത്തിങ് അതർ ദാൻ ദിസ്. നിങ്ങളൊരു പക്ഷെങ്കിൽ കേട്ട് കാണും ഒരു സൺഡേ സ്കൂൾ കുട്ടി പറയുന്നത്, ദിസ് ഈസ് ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. ബാക്കി പിന്നെ അദ്ദേഹം മറന്നുപോയി. അപ്പം കൊച്ചു മറന്നുപോയി ബാക്കി. അപ്പം പറഞ്ഞു അത്രയും മതിയെന്ന്. Actually, that is enough, isn't it? That is enough. The Lord is my shepherd എന്നുള്ള കാര്യത്തിനകത്തുള്ള ഒരു ഉറപ്പ്, that is enough. Nothing more is required. So, ആ ഒരു ഉറപ്പാണ് നമ്മൾക്ക് ദൈവത്തിൽ നിന്നും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ സമയത്തും പ്രാപിക്കേണ്ടത്. ദാവീദ് പറയുന്ന ആ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, He makes me to lie down in, വായിച്ചാൽ 2-ാമത്തെ വാക്യം, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. അടുത്ത വാക്യം, കൂരിരുട്ട് താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. സോ അദ്ദേഹത്തിൻ്റെ ഇടയൻ എന്നുള്ള നിലയിൽ അദ്ദേഹം കാട്ടിൽ എങ്ങനെ ആടുകളുടെ പുറകെ നടന്നു, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത ഒരു അഷ്വറൻസ് ആണ് എഴുതുന്നത്. അപ്പം പറയുകയാണ്, ഇറ്റ് സേസ് ഹി ലീഡ്സ് മീ, ഹി മേക്സ് മീ ടു ലൈ ഡൗൺ ഇൻ ഗ്രീൻ പാസ്റ്റേഴ്സ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒന്നാമതായ ഒരു ഇടയൻ്റെ ജോലി ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? ആടുകളെ നോക്കുക, ആടുകളെ പരിപാലിക്കുക, ആടുകൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുക. അപ്പം സോ മൈ ലോർഡ് പ്രൊവൈഡ്സ് ഫോർ മീ. എൻ്റെ ജീവിതത്തിലെ ഏതൊരു സാഹചര്യങ്ങളിലും ഡു യു ഹാവ് ദ അഷ്വറൻസ് ദാറ്റ് ദ ലോർഡ് പ്രൊവൈഡ്സ് ഫോർ യു? അതെന്തുമായിക്കൊള്ളട്ടെ, ജീവിതത്തിൻ്റെ എന്തുമായിക്കൊള്ളട്ടെ, ഐ യു ഹാവ് എൻ അഷ്വറൻസ് ദാറ്റ് ദ ലോർഡ് പ്രൊവൈഡ്സ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഹീ മേക്സ് മീ ടു ലൈ ഡൗൺ ഇൻ ഗ്രീൻ പാസ്റ്റേഴ്സ്. ആടിന് എന്താ വേണ്ടേ? ആടിന് വേണ്ടത് പുല്ല്, അല്ലേ? അപ്പം ആടിനെ സംബന്ധിച്ചിടത്തോളം ആടിന് വേണ്ടുന്ന പുല്ല് ആര് തരും? ഈ ഇടയം കൊണ്ട് കൊടുക്കും. പ്രശ്നം തീർന്നു.
ആ ഒരു അഷ്വറൻസ് നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മളുടെ ജീവിതത്തിലുണ്ടോ എല്ലാ സാഹചര്യങ്ങളിലും? അപ്പം അവിടെയാണ് നമുക്ക്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്, അദൃശ്യനായ ദൈവത്തെ നമ്മൾ ദൃശ്യലോകത്തിൽ ദർശിക്കേണ്ടതായിട്ടൊരു കാര്യം. നമ്മളുടെ ദൈവം നമ്മളുടെ എല്ലാവരും, നമുക്കിപ്പോൾ ഒരു ലാബിൽ പോയിട്ട് 2 ടെസ്റ്റ് ട്യൂബിനകത്ത് 2 ലിക്വിഡ് ഒഴിച്ചിട്ട് നമുക്ക് ഇതാണ് ദൈവം നമുക്ക് കാണിക്കാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് അത് അദൃശ്യനായ ദൈവമാണ്. ആ അദൃശ്യനായ ദൈവം പക്ഷെ ദൃശ്യലോകത്തിൽ പല കാര്യങ്ങളും നമ്മളെ കാണിക്കുന്നുണ്ട്. അവിടെയാണ് നമുക്ക് അഷ്വറൻസ് ഉണ്ടാവേണ്ടത്. നമ്മുടെ ദൃശ്യലോകത്തിലുള്ള നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമുക്ക് പറയാനുള്ളത്, ദ ലോർഡ് വിൽ ഫീഡ് മീ. പ്രൈസ് ദ ലോർഡ്. അതൊരു പക്ഷേ ജോലിയുടെ ആവശ്യമായിക്കൊള്ളട്ടെ, ഒരു പക്ഷെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ, അതൊരു പക്ഷെങ്കിൽ എൻ്റെ ശാരീരികമായ ആവശ്യമായിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, ഐ ഷുഡ് ബി ഏബിൾ ടു സേ ദ ലോർഡ് വിൽ ഫീഡ് മീ. ആൻഡ് ദെൻ ഹി സേസ് ഹി ലീഡ്സ് മീ ബിസൈഡ് സ്റ്റിൽ വാട്ടേഴ്സ്. ആടൊരിക്കലും വെള്ളം കുടിക്കുമ്പം ഈ തിരമാലയുള്ള അതിൻ്റെ ഒന്നും ഇടയ്ക്കൊന്നും പോയി ആട് വെള്ളം കുടിക്കുക. ആട് വെള്ളം കുടിക്കുന്നതിന് സ്റ്റിൽ വാട്ടേഴ്സിൻ്റെ അടുക്കലാണ് അത് പോയി വെള്ളം കുടിക്കുന്നത്. കാരണം അത് പേടിച്ചു പോകും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. കർത്താവ് നമ്മളെ ആ ഒരു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ആ കംപ്ലീറ്റ് കാംനെസ് ഇൻ അവർ ലൈഫ്. ഞാൻ പറഞ്ഞല്ലോ, പറയേണ്ട വ്യക്തി പറഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മളൊക്കെ ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരിടത്ത് ഒരു കാര്യം സംഭവിച്ചു, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റുന്നത് ചിലർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ദൈവത്തിന് മാത്രമേ നമ്മളെ സ്വസ്ഥതയിലേക്ക് നടത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ we are all worried, what's happening, what's going to happen next. So here he says, he leads me beside still waters. And then he says, he restores my soul and he leads me in the path of righteousness for his name's sake. ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് നീതി എന്ന് പറയും. റൈറ്റ്? കർത്താവിന് നീതിയായിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെ, പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ. So we have to understand that the Lord walks it there and then he makes me to go in the same direction as he is. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനീതിയുടെ വഴി നമുക്ക് പോകാനായിട്ട് നടത്തുന്നാലും there is a way in which he likes to walk. ആ വഴിയിലേക്ക് നടത്തുന്ന ഒരു വഴിയുണ്ട്. അതിനാണ് നമ്മൾക്ക് ഈ ഇടയൻ്റെ കയ്യിൽ 2 സാധനമുണ്ട്. എന്താ ഉള്ളത്? ഒന്ന്, ഒരു വടിയുണ്ട്. പിന്നെ എന്നാ, എന്തൊക്കെയുണ്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഇടയൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന്. വടിയും ഉണ്ട്, ഒരു കോലും ഉണ്ട്. ഈ രണ്ടിൻ്റെ വ്യത്യാസം എന്നാ? What is the difference between a staff and a rod? You may, from Sunday school you are learning this. Staff is to walk and rod is to beat. Is it? Right? See, ഈ ഇടയൻ്റെ കയ്യിലുള്ള ഒരു കൊച്ചു കുറുവടി പോലത്തെ ഒരു സാധനം ഈ വടി എന്ന് പറയുന്നത്. അത് ബേസിക്കലി അത് യൂസ് ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മോസ്റ്റ്ലി ഇറ്റ് ഈസ് യൂസ് ടു ഫൈറ്റ് എനിമീസ്. പല ഒരു പക്ഷെങ്കിൽ ആടിനെ തീറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പക്ഷെങ്കിൽ ഏതെങ്കിലും ചെന്നായോ ഒക്കെ വരുമ്പോൾ അതിനെ ഓടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ കൊച്ചു കുറുവടി. എന്നാൽ അതേപോലെ തന്നെയാണ് ഒരു നീളമുള്ള, നമ്മൾ പലപ്പോഴും കണ്ടു കാണും, കർത്താവിൻ്റെ ഒരു പിക്ചറിനകത്ത് പലതും കണ്ടു കാണും, ഒരു ആടും പിന്നെ ഇങ്ങനെ ഒരു വളഞ്ഞ ഒരു വടി. അതെന്തിനാണ്? അതിങ്ങനെ ആടിങ്ങനെ വല്ലപ്പോഴും അവിടെയൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ കഴുത്തിന് പിടിച്ച് ഇങ്ങോട്ടൊന്ന് വലിക്കാൻ. കാരണം ചിലപ്പോൾ കാട്ടിനകത്തൊക്കെ കയറി പോവും. കാട്ടിനകത്തൊക്കെ കയറി പോകുമ്പോൾ ഈ വളഞ്ഞ ഇതുകൊണ്ട് വെച്ചിട്ട് ഒറ്റ വലിയ, കാരണം ഇടയിൽ ചിലപ്പോൾ അതിനകത്ത് കയറി പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആടിനെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് ഇറക്കുന്ന പല സാധനം. ചില സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട് ഈ വലിയ വടിയും കൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുക, എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകല്ലേ, അങ്ങോട്ട് പോകരുത് എന്നുള്ളത് കൃത്യമായ ഡയറക്ഷൻ കൊടുക്കുന്നത് ഈ വടി വെച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കും. അപ്പോൾ ഈ വടിയെ തട്ടുമ്പോൾ ആടിനറിയാം അങ്ങോട്ട് പോകല്ലേ. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇത് രണ്ടും ഇടയൻ്റെ കയ്യിലുണ്ട്. സോ ബട്ട് ഇൻ all the situations, ഇതിൻ്റെ എല്ലാ സാഹചര്യത്തിൻ്റെ മധ്യത്തിലും ആ ഇടയൻ്റെ ക്വാളിറ്റി നമ്മളുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം. ആ കർത്താവ് നമ്മളുടെ ജീവിതത്തെ പരിപാലിക്കുന്ന രീതി. So the Lord says, I am the good shepherd and I am the one who is taking care of. And even if I walk through the valley which is so like a shadow of death, മരണനില താഴ്വരയിൽ കൂടി ഞാൻ കടന്നു പോയാലും ഞാൻ അതിനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം ദാവീദിനെ സംബന്ധിച്ച് കൃത്യമായിട്ടറിയാം, അന്നവിടെ എല്ലാ താഴ്വരയിലും സ്ട്രീറ്റ് ലൈറ്റോ ഒന്നുമില്ല. അതിൽ കൂടി കടന്നു പോകുമ്പോഴും ഈ ആടിന് പേടിയൊന്നുമില്ല. കാരണം എന്നാ, ഈ ആടിൻ്റെ കൂടെ ഇടയനുണ്ട്. അതുകൊണ്ട് ആടിന് പേടിയൊന്നുമില്ല. ആടിങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ നടക്കുക. പക്ഷേ ഇടയൻ കൂടെ ഉള്ളത് കൊണ്ട് ദേ ആർ വെരി കോൺഫിഡൻറ്റ്. സോ ഹി സേസ് ദാറ്റ് I am a good shepherd. And he says, even though I walk through the valley of shadow of death, I fear no evil. You are with me. Your rod and your staff, they comfort me.
അതെന്നെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആശ്വാസം ലഭിച്ച് നടക്കുന്ന ഒരാടിൻ്റെ കാര്യത്തെക്കുറിച്ചല്ലേ നമ്മൾ വായിക്കുന്നത്. അപ്പം സോ ദ ലോർഡ് സേസ്, ഈ യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പരിചയപ്പെടുത്തുമ്പോൾ പറയാണ്, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ് ആൻഡ് ഐ യു ടേസ്റ്റഡ് യു ദാറ്റ്. കർത്താവിനെ ആ നിലയിൽ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്ന കർത്താവിൻ്റെ ഒരു സ്വഭാവം, ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കർത്താവിനെ കാണാനായിട്ട് പറ്റും. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം, യു സീ സംതിങ് ഹിയർ. ദിസ് ഈസ് വാട്ട് ആക്ച്വലി ദ ലോർഡ് ഡസ് ഇൻ അവർ ലൈഫ്. 5:4, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? മനസ്സിലാക്കണം, ഒരു ഇടയൻ്റെ ഒരു ഹൃദയത്തിലെ ചിന്ത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 100 ആടുണ്ട്, അതിൽ ഒരെണ്ണം കാണാതെ പോയി, കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് വീട്ടിൽ പോവല്ല, സാരമില്ല 99 എണ്ണം ഉണ്ടല്ലോ, ഒന്നല്ലേ പോയുള്ളൂ എന്ന് പറഞ്ഞ് പോകുന്ന ഒരിടയനല്ല. മറിച്ച് ഈ ഒരാടിൻ്റെ പിന്നേ പുറകെ പോവുക. അപ്പം ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഇന്ന് മധ്യാഹ്നത്തിൽ മനസ്സിലാക്കണം. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവിൽ നിന്നും മാറി നടക്കാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴും ദൈവം നമ്മുടെ പുറകെ വരിക. പല കാര്യങ്ങളിനകത്തൂടെയും ദൈവം നമ്മുടെ പുറകെ വന്ന്, ഞാൻ ഈ പറഞ്ഞാൽ ഈ വടിയുടെ ആ ഒരു ഷേപ്പ് നമുക്ക് മനസ്സിലാണ്. പല സിറ്റുവേഷനിലും കർത്താവ് വന്ന് നമ്മുടെ കഴുത്തിന് പിടിച്ച് നമ്മളെ തിരിച്ചു കൊണ്ടിരുന്ന ചില സാഹചര്യങ്ങൾ, കാലിന് പിടിച്ച് തിരിച്ചു കൊണ്ടിരുന്ന സാഹചര്യങ്ങൾ, ബിക്കോസ് ഇറ്റ്സ് എ ഡേഞ്ചറസ് ടെറൈൻ. അവിടെ നടക്കുന്ന ചില സാഹചര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അങ്ങനെ അതിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുമ്പോൾ ആ ഹൃദയത്തിലുള്ള സന്തോഷം, ആ ഇടയൻ്റെ സന്തോഷത്തെക്കുറിച്ചാണ് താഴെഴുതുന്നത്. വെൻ ഹി ഹാസ് ഫൗണ്ട് ഇറ്റ്, വേഴ്സ് 5, കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടി സന്തോഷിപ്പിൻ എന്ന് അവരോട് പറയും. വളരെ സന്തോഷമാണ് എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ, ഐ സേ ടു യു, there will be more joy in heaven for one sinner who repents than over 99 just persons who need no repentance. വായിച്ചാൽ അടുത്ത വാക്യം, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ സന്തോഷം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ പാപത്തിൽ നമ്മൾ കഴിയുന്നതിനെ കുറിച്ചല്ല. കർത്താവിൻ്റെ ഹൃദയത്തിലെ സന്തോഷം, ആ ഒരാൾ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ഒരാൾ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവസഭയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ദൈവസഭയിൽ എല്ലാവരും ഓക്കെയാണ്, പക്ഷെ ഒരാൾ മാത്രം ഓക്കെ അല്ല. ഒരാൾ മാത്രം ഓക്കെ അല്ല എന്ന് പറയുമ്പോൾ, ഈസ് ഗോഡ് ഹാപ്പി? നോ, ഹി കംസ് ആഫ്റ്റർ ദാറ്റ് വൺ പേഴ്സൺ. ഹി കണ്ടിന്യൂസ് ടു ഇൻറ്ററാക്ട് വിത്ത് ഹിം. ആ വ്യക്തിയോട് നിരന്തരമായി സംസാരിക്കുന്നു. കർത്താവ് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു, സോ ദാറ്റ് ഹി വിൽ ബി ഏബിൾ ടു കം ബാക്ക്. അപ്പം ദൈവം എന്നിട്ട് ആ വ്യക്തി ഒന്ന് റെസ്റ്റോർ ആക്കപ്പെടുമ്പോഴേക്കും സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണ്. സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷം. അപ്പം ഇത് പറയാണ്, ബാക്കി എല്ലാത്തിനെക്കാട്ടിലും, ബാക്കി 99 പേരെ അവർക്കുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നു. അതിനെക്കാട്ടിലൊക്കെ ഈ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും സ്വർഗത്തിൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം അതാണ് നമ്മുടെ കർത്താവിൻ്റെ ഒരു ഹൃദയം. നമ്മൾ പല സമയത്തും ദൈവത്തിൽ നിന്നും മാറി നടക്കുകയും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു നടക്കുകയും ഒക്കെ ചെയ്യുമ്പം, in the morning actually he was reading from Psalms 51, and you know Psalms 51 is written at the time when he fell into sin. പാപത്തിൽ വീണപ്പോഴാണ് Psalm 51 എഴുതിയത്. അന്നേരം ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന എന്നാണ്, ദാവീദിന് ലോർഡ് ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്, ലോർഡ് പ്ലീസ് ഡോണ്ട് ടേക്ക് ദ ഹോളി സ്പിരിറ്റ് ഫ്രം മീ. എൻ്റെ ഹൃദയത്തിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എടുക്കരുത്. ബിക്കോസ് ഹി ഗോട്ട് അഫ്രെയ്ഡ് ഐ കുഡ് ലൂസ് എ കണക്ഷൻ ഫ്രം ദ ലോർഡ്. And he was crying out to God. That is Psalms 51. അപ്പം മടങ്ങി വരുന്ന അവസ്ഥകളിൽ മടങ്ങി വരുന്ന, so that when he repented out of that sin, ആ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മടങ്ങി വന്നപ്പോഴേക്കും സ്വർഗത്തിൽ ഭയങ്കര സന്തോഷമായിരുന്നു. God do not rejoice. ഞാൻ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴേ I was thinking about, ആടുകളെ ഒരു പരിധി കൂടുതൽ അടിക്കാറില്ല. നിങ്ങൾക്കറിയാം, ഒരു പരിധി കൂടുതൽ ഈ വടി കൊണ്ടൊന്നും അടിക്കാൻ പറ്റത്തില്ല, പൊട്ടിപ്പോവും. കാരണം ആടുകളുടെ ഈ ബോൺസ് വളരെ വളരെ നൈസ് ബോൺസാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഈ കുറുവടി കൊണ്ടൊക്കെ അടിച്ചാൽ ഒന്നേ അടിക്കുകയുള്ളൂ,
തീരും. അപ്പം അതുകൊണ്ട് അതിനെ വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് ഇടയൻ മാനേജ് ചെയ്യുന്നത്. അതേപോലെ പ്രിയ സഹോദരങ്ങളെ, നമ്മളെയും അത്രയ്ക്ക് കെയർഫുള്ളായിട്ടാണ് നമ്മുടെ കർത്താവ് നടത്തുന്നത്. ഒന്ന് മനസ്സിലാക്കി, കർത്താവിൻ്റെ സ്നേഹം ഒന്ന് മനസ്സിലാക്കി. നമുക്ക് യെശയ്യാ 40-ാമത്തെ അധ്യായത്തിൽ ലെറ്റ്സ് സീ ദിസ് വേഴ്സ്, ഐസയ ചാപ്റ്റർ 40. യെശയ്യാവിൻ്റെ 40 ഇസ്രായേലിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഗത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഐസയ 40 വേഴ്സ് 10, 10-ാമത്തെ വാക്യം. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവൻ്റെ ഭുജം അവനു വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. അടുത്ത വാക്യം. ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറുവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ഇവിടെ കാണുന്ന ദൈവത്തിൻ്റെ ആ വലിയൊരു കരമാണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. എഗെയിൻ, യെശയ്യാവ് പഠിച്ചിട്ടുള്ള സൗരങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. യെശയ്യാവിൻ്റെ ആദ്യത്തെ 39 അധ്യായങ്ങളും നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ കോപവും മറ്റ് ജാതികളോടുള്ള കോപവും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. 39 അധ്യായം. 40-ാമത്തെ അധ്യായം നിങ്ങൾ തുടങ്ങി വരുമ്പോൾ 40-ന്റെ 1 നിങ്ങൾ വായിച്ചു നോക്കിയോ. ചാപ്റ്റർ 40 വേഴ്സ് 1, 1-ാമത്തെ വാക്യം. എൻ്റെ ജനത്തെ ആശ്വസിപ്പീൻ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. 40-ന്റെ 1. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇടയൻ്റെ ഹൃദയത്തിൽ ഒരു ആട് തെറ്റുക എന്ന് പറയുമ്പോഴേക്കും ഇടയൻ്റെ ഹൃദയത്തിലെ വേദന എത്രമാത്രമാണെന്ന് മനസ്സിലാക്കണം. അപ്പം അത്രയ്ക്കും വേദനയാണ് യഹോവ സ്നേഹിച്ച ഇസ്രായേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ തെറ്റിപ്പോവുക എന്ന് പറയുമ്പോൾ. അപ്പോൾ മടങ്ങി വരുന്ന ഇസ്രായേലിനോട് പറയാണ്, അവരെ ആശ്വസിപ്പീൻ, മതി, അടിച്ചത് മതി. പറയുന്നതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാം. 39 അധ്യായങ്ങൾ നിരന്തരമായിട്ട് അടിച്ചത് മതി, ശിക്ഷിച്ചത് മതി, അവരെ മടക്കി വരുത്തുവീനെന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പറയാം. ആ സ്നേഹത്തിൻ്റെ ഉള്ളിൽ ദൈവം പറയുകയാണ്, ദിസ് ഈസ് ഹൗ ഐ വിൽ ട്രീറ്റ് യു. ഞാൻ നിന്നെ ട്രീറ്റ് ചെയ്യുന്ന വഴി എങ്ങനെയാണ്. നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച വാക്യം 40-ന്റെ ഒടുവിലത്തെ വാക്യങ്ങൾ ചിലത് വായിച്ചു അല്ലേ. ഇവിടെ പറയുന്നു, ഞാൻ എന്താണ് നിന്നെ ചെയ്യാൻ പോകുന്നത്, ഞാൻ ചെറുതിനെ ഞാൻ മാറോട് ചേർത്ത്. ആ പിക്ചറൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഈ കാണുന്ന പിക്ചേഴ്സിലൊക്കെ കാണുന്നത്. 40-ാമത്തെ അധ്യായത്തിന് ഇതിൻ്റെ 11-ാമത്തെ വാക്യം. ഹി വിൽ ഫീഡ് ഹിസ് ഫ്ലോക്ക് ലൈക്ക് എ ഷെപ്പേർഡ് ആൻഡ് ഹി വിൽ ഗ്യാദർ ദ ലാംബ്സ് വിത്ത് ഹിസ് ആം ആൻഡ് ഹിൽ ക്യാരി ദം ഇൻ ഹിസ് ബോസം ആൻഡ് ജെന്റ്ലി ഹി ലീഡ് ദോസ് ഹു ആർ വിത്ത് യങ്. സോ ദൈവത്തിന് നമ്മളുടെ അവസ്ഥകളെ നന്നായിട്ടറിയാം. ദൈവത്തിന് നമ്മളുടെ അവസ്ഥകളെ നന്നായിട്ടറിയാം. കാരണം ആരേത് സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു എന്ന് വൃത്തിയായിട്ട് നമ്മൾ ചർച്ചിലെ ഇടയൻ അറിയത്തില്ലെങ്കിലും അവർക്ക് അറിയത്തില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളുടെ അവസ്ഥകൾ. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഓരോരുത്തർ എന്തവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എന്നെക്കാട്ടി കൂടുതൽ അറിയാവുന്നത് സ്വർഗത്തിലെ പിതാവിനാണ്. ആൻഡ് ഹീ നോസ് വാട്ട് ഈച്ച് വൺ ഈസ് ഗോയിങ് ത്രൂ. അവിടെ പറയാണ്, നിങ്ങളൊരു തള്ളയാടാണ്, യു ആർ ക്യാരിങ്. അതിനെ ആ ഇടയൻ പതുക്കെ നടത്തുന്നു. അത് പതുക്കെ നടന്നാൽ മതി. ചെറുതിനെ സംബന്ധിച്ച് അതിന് നടക്കാൻ വയ്യ, തീരെ പൊടിയാ. അപ്പം അതിനെ എടുത്തുകൊണ്ട് നടക്കുന്നു. അപ്പം ആ ഒരു ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാവും. ലെറ്റ്സ് റീഡ് ദാറ്റ് വേഴ്സ് അഗൈൻ. 17-ാമത്തെ വാക്യം ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറുവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. അപ്പം അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ മുമ്പോട്ട് നടക്കുമ്പം പറയാണ്, നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കണം, ഈ കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനടുത്തും ഭയപ്പെടുകയില്ലെന്ന്. ചില സമയത്ത് ഈ ആടിനെയും കൊണ്ട് നടത്തിക്കൊണ്ട് പോകുമ്പോൾ കൂരിൽ താഴ്വരയിൽ കൂടെ ക്രോസ് ചെയ്ത് നടന്നു പോകേണ്ട ആവശ്യം വരും. ഈ ആവശ്യം വരുന്ന സമയത്ത് താങ്ക് യു സോ മച്ച്. ഈ കടന്നു പോകേണ്ട ആവശ്യം വരുന്നൊരു സമയത്ത് ചില സമയത്ത് പകുതിയായി കഴിയുമ്പോഴേക്കും ഇത് ക്രോസ് ചെയ്യാനായിട്ട് രാത്രി കഴിയത്തില്ല. അന്നേരം ഈ ആടുകളെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ഗുഹകളിൽ അകത്തോട്ട് കയറ്റി നിർത്തിവെച്ച് ഈ ഗുഹയുടെ വാതുക്കൽ ഈ ഇടയൻ കിടക്കും. എന്ന് പറഞ്ഞാൽ
ഇനിയും രാത്രിയിൽ ഒരു ക്ഷുദ്രജീവിയോ വല്ലതും ഈ ആടുകളെ പിടിക്കാൻ വന്നാൽ, കാരണം ഈ ഒരു ഈ വാലി ഓഫ് ഡെത്ത് എന്നൊക്കെ പറഞ്ഞ ഈ മരണനില താഴ്വര എന്ന് പറഞ്ഞാൽ നിറച്ചും വന്യജീവികളൊക്കെയുള്ള സ്ഥലമാണ്. കാരണം ഇരുട്ടാണല്ലോ. അപ്പോൾ ആ ഗുഹയുടെ മുമ്പിൽ ഈ ഇടയൻ ഇങ്ങനെ കിടക്കും. എന്നാൽ ഇടയനെ കടന്നിട്ട് വേണം ഈ ആടുകളെ എന്തെങ്കിലും ചെയ്യാൻ. വല്ലതും പിടികിട്ടുന്നുണ്ടോ? യെശയ്യാവ് 53 നമ്മൾ വായിക്കുന്ന വാക്യം 53:6 വായിച്ചാട്ടെ. വേഴ്സ് 53 വേഴ്സ് 6. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. പ്രൈസ് ഗോഡ്. തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. മതി. We all like sheep have gone astray. എല്ലാവരും ഒരുപോലെ സ്വന്തം ഇഷ്ടപ്രകാരം നടന്നു. We have turned everyone to his own way, and the Lord has laid on him the iniquity of us all. തൻ്റെ ആടുകൾക്ക് വേണ്ടി യഥാർത്ഥമായ ഇടയൻ്റെ വ്യത്യാസം, ആ ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആമോസിലെ ഒരു ഭാഗമുണ്ട്. ആമോസിൻ്റെ ഒരു ഭാഗം, let's see that portion, book of Amos. ആമോസിൻ്റെ okay, now chapter 3 verse 12. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒരു ഇടയൻ രണ്ട് കാലോ ഒരു കാതോ സിംഹത്തിൻ്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ ശമര്യയിൽ കിടക്കയുടെ കോണിലും പട്ടുമെത്തമേലും ഇരിക്കുന്ന ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെടും. അപ്പോൾ ഇവിടെ ഒരു ഇടയൻ്റെ റെസ്പോൺസിബിലിറ്റി പറയാൻ. ഇപ്പോൾ സപ്പോസ് രാവിലെ യജമാനൻ്റെ കയ്യിൽ നിന്നും 100 ആടുകളെ മേടിച്ചുകൊണ്ട് പോവുകയാണ്, 100 ഷീപ്പ് മേടിച്ചുകൊണ്ട് പോവുകയാണ്. മിക്കവാറും ഈ ആട് ഇടയൻ്റെ അല്ല, ആട് ഉടമസ്ഥൻ്റെ ആയിരിക്കും. ആ ഉടമസ്ഥൻ്റെ നിന്ന് ആടിനെ മേയ്ക്കുന്ന ജോലി മാത്രമാണ് ഇടയനുള്ളത്. പക്ഷേ ഈ 100 ആടിനെയും കൊണ്ട് പോകുമ്പോൾ അഥവാ ഒരു സിംഹമോ വല്ലതും ചാടി വീണാൽ, ആസ് എ ഷെപ്പേർഡ് ടേക്സ് ഫ്രം ദ മൗത്ത് ഓഫ് എ ലയൺ 2 legs or a piece of an ear, so shall the children of Israel be taken out. You know what does that means? എന്ന് പറഞ്ഞാൽ ഈ ആടിനെ അഥവാ ഒരു സിംഹമോ വല്ലമോ വന്ന് പിടിച്ചാൽ ഈ ഇടയൻ ചാടി വീഴും. ചാടി വീഴുമ്പോൾ അവന് ഒരു 2 കാലായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ ഒരു പീസായിരിക്കും കിട്ടുന്നത്. ഈ പീസും കൊണ്ട് വേണം വൈകിട്ട് ചെല്ലുമ്പോൾ കണക്ക് കൊടുക്കുമ്പോൾ 99 എണ്ണം ഉണ്ട്, ഒരെണ്ണം കിട്ടിയില്ല. പക്ഷേ ഒരെണ്ണം അതിനെ വന്യമൃഗം പിടിക്കാൻ വന്നപ്പോൾ ഇടയൻ ജീവൻ കൊടുത്ത് ചാടി വീണു. എന്നിട്ടും എനിക്കും ആകെ ഇത്രയും മാത്രമേ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു ഭാഗം കാണിക്കുമ്പോൾ ഹീ ഈസ് ക്ലിയർ ഓഫ് ദ ഗിൽറ്റ്. അതർവൈസ് ഹീ ഈസ് ഗിൽറ്റി. ഹീ ഹാവ് ടു പേ ഫോർ ദ ഷീപ്പ്. നൗ യു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് ഒരു ഇടയൻ തൻ്റെ ജീവൻ കൊടുത്ത് ആടിനു വേണ്ടി നിൽക്കുന്നത്. ദൈവസഭയിലെ ഇടയന്മാരെ സംബന്ധിച്ചും ഇത് ആപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പം ഇവിടെ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, നൗ ഓൾ ഇനിക്വിറ്റി ഓഫ് ഓൾ ഫെൽ ഓൺ ഹിം. എല്ലാവരുടെയും ആ ആടുകളൊക്കെ ചിതറിപ്പോയപ്പോൾ we have turned everyone to his own way. The Lord has laid on him the iniquity of us all. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു പറയാണ്, ഞാൻ നല്ല ഇടയനാണ്. എന്താണ് കാരണം? ഇടയൻ ഈ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മളെ സ്നേഹിച്ച് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ മാറി നിൽക്കുന്ന ഒരു ഇടയനല്ല. നിങ്ങൾ തള്ളയാടുക്കളാണെങ്കിൽ പതുക്കെ നടത്തുന്ന ദൈവം. നിങ്ങളൊരു പക്ഷേ കടന്നു പോകുന്ന സാഹചര്യം ശിശുക്കളുടേതാണെങ്കിൽ നിങ്ങളെ എടുത്തുകൊണ്ട് നടക്കുന്ന ദൈവം. ചില സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ജീവൻ തരേണ്ട വന്നാൽ ജീവൻ കൊടുക്കാനും ഒരു മടിയുമില്ലാത്തിട. പ്രൈസ് ദ ലോർഡ്. ആൻഡ് ദാറ്റ് ഇസ് ദ ലോർഡ് ഹു സേസ് ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. പ്രൈസ് ദ ലോർഡ്. ആ കർത്താവിനെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നതെന്നുള്ള ബോധ്യം പലപ്പോഴും നമുക്കത് എല്ലാ സാഹചര്യങ്ങളും പെട്ടെന്നൊക്കെ തിയററ്റിക്കലി യു മേ നോ ഇറ്റ്, പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിളങ്ങേണ്ട ഒരു സമയം, മൈ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഹീ ഈസ് മൈ ഷെപ്പേർഡ്
and He holds my hand. And He holds everybody in the family, their hands. Praise the Lord. ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാഹചര്യം കാണും. And then if you go back to the verse, യോഹന്നാന്റെ സുവിശേഷത്തിലെ ആ വാക്യത്തിൽ കടന്നു 10ാമത്തെ അധ്യായത്തിൻ്റെ 14ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കുമ്പോൾ the second portion of it. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്ന I am the good shepherd, I know my sheep. What does the Lord says? I know my sheep. അത് എത്രമാത്രം അറിയാമെന്നായി പറയുന്നത്? നമ്മുടെ ഏതൊക്കെ കാര്യങ്ങൾ അറിയാം? നല്ല ഇടയൻ ആളുകൾക്ക് ജീവൻ കൊടുക്കുന്നു. Let's see the verse 14. If you go to verse 14, I am the good shepherd, I know my sheep. അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവേ അറിയുന്നു. എൻ്റെ ആടിനെ ഞാൻ അറിയുന്നു. എങ്ങനെ അറിയുന്നതെന്നൊക്കെ പറയുന്നത്? David is a perfect person who really explains us out. Read Psalms 139. 139ാമത്തെ സങ്കീർത്തനം നിങ്ങളെ വീട്ടിൽ ചെന്ന് എല്ലാം വാക്യം വായിച്ച് നോക്കിയാൽ മതി. ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളാണല്ലോ. പക്ഷേ let's see that. He says, O Lord, you have searched me and known me, and you know my sitting down, my rising up, you understand my moment where far off. You read that verse, it says how much He knows about us. എത്ര മാത്രം ഈ ഇടയന് എന്നെ പറ്റി അറിയാം എന്നുള്ളത് ആ വാക്യങ്ങളൊന്ന് വേഗം വായിച്ചോട്ടെ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവയെ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. You understand that? What does it mean? മുമ്പും പിൻപും അടയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ആടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പം ഇടയൻ അവിടെ കയറി നിൽക്കും ഈ വടിയും കൊണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത്, ഈ ആട് വിചാരിക്കുന്നത് എന്നെ അതുകൊണ്ട് പോകാൻ വിടുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര തല്ല. ഇടയൻ പറഞ്ഞ് നീ പോയാൽ നീ പ്രശ്നത്തിലാവും, അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുക. എന്നിട്ട് സങ്കീർത്തനക്കാരൻ പറയാണ്, ദിസ് നോളജ് ഈസ് ടു മച്ച്, ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. Read the next verse. He says, such knowledge is too wonderful for me. It is high, I cannot attain it. വായിച്ചാട്. അത് എനിക്ക് ഗ്രഹിച്ചു കൂടാതവണ്ണം ഉന്നതമായിരിക്കുന്നു. പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. I can't understand my Lord's love like this. എന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന, ഞാൻ ഇരിക്കുമ്പം, ഞാൻ കിടക്കുമ്പം, എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ, എൻ്റെ വായിലെ ചിന്തകൾ, എൻ്റെ വായിലെ വാക്കുകൾ, എൻ്റെ മനസ്സിലെ ചിന്തകൾ എല്ലാം അറിയുന്ന, ചില സാഹചര്യങ്ങളിലൊക്കെ മുൻപും പിൻപും അടച്ച് എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഈ പരിജ്ഞാനം അത്യത്ഭുതമാകുന്നു. ഹല്ലേലൂയ. And that much is the knowledge of God on me. എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് അത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് അറിയാം. പിന്നീട് താഴോട്ട് നിങ്ങൾ വേഗം വായിച്ച് വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. എന്നിട്ട് വായിക്കുമ്പോൾ വേഴ്സ് 12ാമത്തെ വാക്യം, വേഴ്സ് 11 and 12. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ. വേഴ്സ് 13ാമത്തെ വാക്യം. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. My Lord is seeing me even before the foundation of the earth. See, that much is the knowledge, God's knowledge about me. ആ ദൈവത്തിനടുക്ക നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങളും മറച്ചും ഓപ്പൺ അല്ലാതെയും ഒക്കെ സംസാരിക്കുമ്പോൾ the Lord, he says, Lord, you know me. എൻ്റെ അമ്മയുടെ വയറ്റിലുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ even beyond that, your eyes saw my substance yet being yet unformed, and in your book they were all written, the days fashioned for me, yet as it there were none of them. 16ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കൂ. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അപ്പം ഒന്നുമില്ലായിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. And you read Ephesians, he says, the Lord, you know me. Praise God. കർത്താവ്
ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ എന്നെ കണ്ടു എന്നൊക്കെ പറയുമ്പോഴേക്കും സോ ലോർഡ് യു നോ സോ മച്ച് അബൌട്ട് മീ. പ്രൈസ് ഗോഡ്. ഞാൻ അത്രമാത്രം കർത്താവിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റാണ്, ഐ നോ ദം. എനിക്ക് എൻ്റെ ആടുകളെ അറിയാമെന്ന് പറയുമ്പോൾ എത്രമാത്രം അറിയാം? എവ്രി ഡീറ്റെയിൽ. ഞാൻ ജോലി ചെയ്യുന്നിടം അറിയാം, ഞാൻ ചിന്തിക്കുന്നതറിയാം, എൻ്റെ കൺസേൺ അറിയാം, എൻ്റെ ഭാരങ്ങൾ അറിയാം, എൻ്റെ എല്ലാ വിഷയങ്ങളും എൻ്റെ ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ചിലപ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പേ എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം. നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ട് വേണം ഞാനിതൊക്കെ അറിയാമെന്നുള്ളതല്ല. നിങ്ങൾ പറയുന്നതിന് മുമ്പേ, ചോദിക്കുന്നതിന് മുമ്പേ ഈ അപ്പനിതെല്ലാം അറിയാം. ദാറ്റ് ഈസ് ഹിസ് നോളജ് അബൌട്ട് അസ്. ആ കർത്താവാണ് പറയുന്നത്, ഐ നോ യു. പ്രൈസ് ദി ലോർഡ്. ആൻഡ് ദാറ്റ് ഈസ് ദി അഷ്വറൻസ്. പലപ്പോഴും നമ്മൾ പറയും, കർത്താവേ നിനക്കറിയാമോ ഇത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയാമോ? ദി ലോർഡ് സേസ്, ഐ നോ വാട്ട് യു ആർ ഗോയിങ് ത്രൂ. ഐ നോ വാട്ട് ആർ യുവർ തോട്ട്സ്. I know what are your concerns. I know what are your anxious thoughts about. I know what are your fears. ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. And that's what he says, he knows me. നമ്മുടെ കയ്യിലിരിക്കുന്ന വിളച്ചിലും കർത്താവിനറിയാം. മനസ്സിലായോ? എല്ലാ ഡീറ്റെയിലും നമ്മുടെ അറിയാം. But that's the second part of that verse. And the third part of the verse is, മൂന്നാമത്തെ ഭാഗം വായിച്ചാട്ട്, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. And that is depends on us. എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ആടുകളുടെ സ്വഭാവം, ആടുകൾക്ക് ഏത് ലാംഗ്വേജാണ് മനസ്സിലാവുന്നത്? ഇംഗ്ലീഷ് മനസ്സിലാവോ? മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് ഈ നിങ്ങളുടെ നാട്ടിൽ നമ്മൾ കോഴിയെ വിളിക്കുന്നുണ്ടോ ഭക്ഷണം കൊടുക്കാൻ? നിങ്ങൾ വീട്ടിൽ രാവിലെ എൻ്റെ കൂടെ വന്നാൽ മതി, ഞാൻ കാണിച്ചു തരാം. രാവിലെ കോഴി കൊടുക്കുന്ന ബബ്ബ എന്ന് പറയുമ്പോൾ ഈ കോഴിയെല്ലാം ഓടി വരത്തില്ലേ? ഏത് ഭാഷയാണ് അത്? ഏത് ലാംഗ്വേജാണ് അത്? വരത്തില്ലേ? ഓടി വരത്തില്ലേ? അതിനെങ്ങനെ മനസ്സിലാകും ഇത് ചോറ് കൊടുക്കാനാണോ അരി കൊടുക്കാനാണോ ഒന്നും അറിയത്തില്ല, പക്ഷെ അത് വരത്തില്ലേ? ഹിന്നോ. അല്ലെങ്കിൽ ഈ കോഴിക്കറിയാം ഈ അമ്മ ഇപ്പം എനിക്ക് ചോറ് തരാൻ പോവാ. അതിങ്ങനെ നിൽക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് വീട്ടിൽ ചിലക്ക് ചെന്ന് നോക്കിയാൽ മതി, കോഴികളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ. അതേപോലെ ആടുകൾക്കും ഇടയൻ്റെ ശബ്ദം ശരിക്കറിയാം. പറയുന്നത് ഇംഗ്ലീഷോ അങ്ങനത്തെ ലാംഗ്വേജസ് ഒന്നുമല്ല. അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളുണ്ട്. അത് വെച്ച് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ആടിൻ്റെ ഇവിടെ പോവല്ലേ, ഇവിടെ നേരെ പോകണം, എല്ലാം അറിയാം. പ്രൈസ് ദി ലോർഡ്. ഡു യു നോ ഹൗ ഗോഡ് സ്പീക്സ് ടു യു? ദൈവം നിങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാവോ? അതാ പഠിക്കേണ്ട ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ഹാവ് ടൈം ടു ലേൺ ദിസ് ലാംഗ്വേജ്. ഹൗ യു വാണ്ട് ടു ടോക്ക് ടു യുവർ ഷെപ്പേർഡ്. നിങ്ങളുടെ ഇടയനുമായിട്ട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നൊരു കാര്യം. പ്രൈസ് ഗോഡ്. ബട്ട് വൺ തിങ് ഐ ടെൽ യു, ഇഫ് യു റിയലി കെയർ, നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തോട്, കർത്താവേ ഐ വാണ്ട് ടു ലിസൺ, ടെൽ മീ വാട്ട്സ് ഹാപ്പനിങ്, എന്താണ് സംഭവിക്കുന്നത്, ആൻഡ് ദെൻ യു വിൽ ബി ഏബിൾ ടു ഹിയർ ഹിസ് വോയിസ് ആൻഡ് ഓൺലി യു ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. വേറെ ആർക്കും അതിട്ട് മനസ്സിലാകത്തുമില്ല അല്ലേ? ആ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സ്നേഹം. അപ്പം കർത്താവ് പറയാണ്, എൻ്റെ ആടുകൾ എന്നെ അറിയാം, അവർ വേറെ ആരെയും പിൻപറ്റില്ല. ആ ഒരു നോളജ് ഒരു പക്ഷെങ്കിൽ നമ്മൾ വിശ്വാസത്തിലോട്ട് വരുന്ന സമയത്ത് ഒരു പക്ഷേ അത് നമുക്കറിയത്തില്ലായിരിക്കാം. ആൻഡ് ദാറ്റ്സ് വെൻ ഹി ക്യാരീസ് അസ്. അവൻ നമ്മളെ എടുത്തുകൊണ്ട് നടക്കുന്നു, ചോദിക്കുന്ന എല്ലാം തരും. കർത്താവ് ഇത് വേണം, അത് നടക്കും, എല്ലാ കാര്യവും. കുറച്ചങ്ങോട്ട് വഴിയെന്ന് തന്നെ ഈ പറയുന്ന ചോദിക്കുന്ന എല്ലാം ഒന്നും അതുപോലെ നടക്കുന്നില്ല. അന്നേരം പറയും കർത്താവ് എന്നെ വിട്ടുപോയെന്നല്ല. ഗോഡ് ഇസ് ട്രെയിനിങ് യു. ഗോഡ് ഇസ് ട്രെയിനിങ് യു. നിനക്ക് വേണ്ടത് എന്താണ്, വേണ്ടാത്തത് എന്താണ്, is God is training us. So this is a different level. And there are some times when you're carrying and then it says, come slowly, no problem, I'll wait for you. And that is God's love, isn't it? അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവദേവൻ. പ്രിയ സഹോദരങ്ങളെ, ആ കർത്താവ് പറയാണ്, ഞാൻ അടുത്ത വാക്യത്തെ വായിക്കും, വേഴ്സ്, the next verse. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. അത്രമാത്രം എനിക്ക് അവരെ അറിയാം, ആരൊക്കെയാണ് എനിക്കുള്ളതെന്ന് അറിയാം, ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ആ ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു.
Praise God. Praise Sarangale. Now this is the two-way relationship we have. The Lord says, I am the good shepherd. And I know what I am handling about. ഇന്ന് നമ്മൾ കൊച്ചുമോള് പറഞ്ഞ ആ വാക്യം, മാത്യുവിൽ നമ്മൾ വായിച്ച വാക്യം, ആ പറഞ്ഞ വാക്യത്തിലും ഇവിടെ പറഞ്ഞിരിക്കുന്നു, when the Lord says stand still to the nature, that's it. You need to know who is your shepherd. നിങ്ങളുടെ ഇടയൻ ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. That's number one. Number two, we need to know, according to God's word, he says, he knows me. അതെനിക്കറിയത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനം അതുപോലെ പറയുന്നു, അവൻ എന്നെ അറിയുന്നു. എത്രമാത്രം അറിയാം? എവ്രി ഡീറ്റെയിൽ അബൌട്ട് മീ, എവ്രി ഡീറ്റെയിൽ. ചിലരൊക്കെ എംബസിയിൽ വിസയ്ക്കൊക്കെ പോകുമ്പോൾ പറയാം, നിങ്ങൾ കള്ളമൊന്നും പറയാൻ നിൽക്കല്ലേ. കാര്യം എന്താ? അവരുടെ കമ്പ്യൂട്ടറിനകത്ത് എല്ലാം ഉണ്ട്. ചിലരുണ്ടല്ലോ അല്ലേ, ഇവിടുത്തെ യൂറോപ്യൻ വിസയ്ക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ ഡീറ്റെയിലും, നിങ്ങളുടെ ആരൊക്കെ അവിടെ ഉണ്ട്, ആരൊക്കെ പോയിട്ടുണ്ട്, എല്ലാം നിങ്ങൾക്ക് ചിലർക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ചോദിക്കുന്നതിന് മുമ്പ് എല്ലാം അവരുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണോ, എന്തെങ്കിലും കറക്റ്റായിട്ട്, അല്ലെങ്കിൽ അവരിങ്ങോട്ട് പറയും നിങ്ങളുടെ ഇന്നാരും അവിടെ ഉണ്ടല്ലോ, അപ്പം നിങ്ങൾ പറയും ഉണ്ട് കേട്ടോ, ഉണ്ട്. മനസ്സിലായോ? നമ്മൾ അങ്ങോട്ട് ഇതൊക്കെ പോയവർക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ നമ്മളെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ഡീറ്റെയിൽ വ്യക്തമായിട്ട് നമ്മുടെ കർത്താവിന് അറിയാം. ആ കർത്താവ് പറയാൻ, ഐ നോ യു, ഐ നോ ഹൗ യു ആർ മെയ്ഡ്. പ്രൈസ് ഗോഡ്. യോഹന്നാനോട് ഡീൽ ചെയ്ത രീതിയിലല്ല പത്രോസിനോട് ഡീൽ ചെയ്തത്. പത്രോസിനോട് ഡീൽ ചെയ്ത രീതിയിലല്ല പൗലോസിനോട് ഡീൽ ചെയ്തത്. I want to show you one more verse. ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം, Galatians chapter 2. ഇനി നമ്മൾ ഈ സാഹചര്യം ഒരു പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ്. So I don't want to talk much detail. Verse 6, 6-ാമത്തെ വാക്യം. ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. പ്രമാണികൾ ബേസിക്കലി ഇതൊരു പരിച്ഛേദനയോടുള്ള ബന്ധത്തിലുള്ള കാര്യത്തെക്കുറിച്ചാണ്. അപ്പോസ്തലനായ പൗലോസ് പ്രമാണികൾ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി യെരുശലേമിലെ എൽഡേഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെയാണ് അത് പറയുന്നത്. അപ്പോൾ പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ഗോഡ് ഷോസ് നോ personal favoritism to anyone, but from those who seem to be something, whatever they were, it makes no difference to me. God shows personal favoritism to no man, for those who seem to be something added nothing to me. What does it mean? അല്ല ഞാൻ പറഞ്ഞത്, ആടുകളെ നീതിയുള്ള കർത്താവ് പൗലോസ് ആയിരിക്കാം, പത്രോസ് ആയിരിക്കാം, പക്ഷേ God is not going to show partiality. No favorites. നമ്മൾ ചിന്തിക്കുന്നത് എന്നാണെന്നറിയാമോ? ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ പോകുന്നുണ്ട്, ഞാൻ ചർച്ചിലൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും കർത്താവ് അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അല്ല, അവൻ്റെ നാമനിമിത്തം അവനെന്നെ, ബാക്കി എന്താ? അവൻ്റെ നാമനിമിത്തം അവനെന്നെ നാമനിമിത്തം അവനെ. സങ്കീർത്തനം 23 വായിച്ചാൽ, നീതിപാതകളിൽ നടത്തുന്നു. He restores my soul. He leads me in the paths of righteousness for his name's sake. Because he is a righteous God and his kids also have to be righteous. അവൻ വിശുദ്ധനാകിയ, അവൻ പരിശുദ്ധനാകിയാൽ നമ്മളും വിശുദ്ധിയോടുകൂടെ നടക്കേണ്ടതാകുന്നു. Isn't it? Right? So that is his quality. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, there is no personal favoritism. ആടുകൾക്കതായിട്ട് രീതിയിൽ കർത്താവ് മോൾഡ് ചെയ്തുകൊണ്ടേ പോകുന്നു. അതുകൊണ്ടാണ് മുമ്പും പിൻപും അടച്ച് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴും ദാവീദ് പറയുന്നത്, ഈ പരിജ്ഞാനം, this knowledge is too wonderful for me. Lord, you know everything about me. എൻ്റെ കുരുത്തക്കേടുകൾ അറിയാം, എൻ്റെ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും വിഷയങ്ങളും എല്ലാം അറിയാം. And God does it wonderfully. Praise God. അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, I will only tell you one thing. Open your mind. നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരാനായിട്ട് ഒരിക്കലും മടിയുണ്ടാവരുത്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ പകരുക നിങ്ങൾ ഉദ്ദേശിക്കുമ്പോഴേക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ലോങ് പ്രെയർ ആയിരുന്നു.
എത്ര പേര് ഹന്നായുടെ പ്രയർ കേട്ടിട്ടുണ്ട്? അന്ന പ്രാർത്ഥിച്ചില്ലേ? അന്ന പ്രാർത്ഥിച്ചു. പക്ഷെ അന്നയുടെ പ്രാർത്ഥന ആരെങ്കിലും കേട്ടോ? കേട്ട്, പുരോഹിതൻ കേട്ടു. പക്ഷെ ഈ തോട്ട് ഇറ്റ് ഇസ് സംതിങ്, വാട്ട് ഇസ് ഷീസ് ഡ്രങ്ക്. ഹൃദയത്തിൻ്റെ വേദനകൾ ഒരുപക്ഷെങ്കിൽ നമ്മൾ when we speak to the Lord, that is when we Holy Spirit intercedes with your heart. Romans chapter 8, he intercedes for you because he knows what is in you. അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ടൊക്കെ അപ്പുറത്തായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോടുകൂടെ സംസാരിച്ച് he intercedes for us, and that is the Lord's love. അങ്ങനെയുള്ളൊരു കർത്താവിനെക്കുറിച്ച്, ആ ഒരു ബന്ധത്തെക്കുറിച്ചാണ് പ്രിയ സഹോദരങ്ങളെ ഇവിടെ പറയുന്നത്. അദൃശ്യ ലോകത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്ന കർത്താവ് ദൃശ്യലോകത്തിലെ ചില കാര്യങ്ങളോട് ടച്ച് ചെയ്തായിരിക്കും നമ്മളോട് സംസാരിക്കും. ബിക്കോസ് ദാറ്റ്സ് വാട്ട് വി അണ്ടർസ്റ്റാൻഡ്സ്. കാറ്റ് എവിടേക്ക് വീശുന്നെന്ന് കാറ്റിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ കാറ്റിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാം. മനസ്സിലായോ? അതുപോലെ അദൃശ്യമായ ദൈവത്തെ നമുക്ക് ആ നിലയിൽ കാണാൻ പറ്റരുത്, പക്ഷേ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ ഓരോ ആക്ടിവിറ്റീസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ കർത്താവ് നമ്മളോട് പറയണം, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ഞാനാണ് നല്ല ഇടയൻ. ആ ഇടയൻ നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇടയനാകുമ്പം ഈ ബന്ധം അങ്ങോട്ട്, അവൻ എന്നെ അറിയുന്നു, തിരിച്ച് ഞാൻ അവനെയും അറിയുന്നു. ആ അറിയേണ്ട ലെവൽ പലതാണ് അല്ലേ? ഒരു ശിശുവായിട്ട് അറിയും, പിന്നെ എങ്ങനെ ആയിരിക്കും? യൗവനക്കാരനായിട്ട് അറിയും, പിന്നെ ആരായിട്ട് അറിയും? Let's go. 1 John. വേഗം പറഞ്ഞേ. These verses we have gone through so many times, isn't it? 1 യോഹന്നാൻ verse 12. 1 യോഹന്നാൻ 2:12. I write to you little children because your sins are forgiven. വേഗം വായിച്ചേ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ ഒരു ലെവലുണ്ട് where we say Lord has forgiven me, കർത്താവിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു, കർത്താവ് എന്നെ സഹായിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു, I am happy, I am great, wonderful. That's first level. The next level, താഴോട്ട് വായിച്ചേ. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ. You know him. അവനെ പൂർണ്ണമായിട്ട്, അവനെ ആ നിലയിൽ അറിയാവുന്ന, ആദ്യം മുതലുള്ളവനെ, സകലത്തിന് മേൽ സകലവും സൃഷ്ടിച്ചവനായ ദൈവത്തെ അറിഞ്ഞ എൻ്റെ പിതാവെന്നുള്ള നിലയിൽ അറിയാവുന്ന ഒരു ലെവൽ. അടുത്ത വാക്യം. ബാലിക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. As overcomers, പാപത്തിന്റെ മേൽ ജയം കൊണ്ടാടുന്നവൻ. അപ്പം 3 ലെവലല്ലേ അവിടെ എഴുതിയേക്കുന്നത്. ഒന്ന്, കുഞ്ഞുങ്ങളായിട്ടിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ബാല്യക്കാരായിട്ടിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പിതാക്കന്മാരെ പോലെ ആവാം. ഈ 3 ലെവലിൽ നമ്മൾ വളരണം. Isn't it? So I know him എന്ന് പറയുന്ന പല ലെവലിൽ നമുക്ക് അറിയാം. എനിക്ക് എൻ്റെ കർത്താവിനെ അറിയാമെന്ന് പറയുമ്പോൾ, എനിക്ക് ഈ മോനെ അറിയാമെന്ന് പറയുമ്പോഴത്തേക്ക് ഐ നോ വേർ ഇസ് ഹി ഫ്രം, ഐ നോ വിച്ച് ക്ലാസ് ഈസ് സ്റ്റഡിങ്, ഇതൊക്കെ എനിക്കറിയാം. അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് എന്തറിയാം? ഒന്നും അറിയത്തില്ല അല്ലേ? പക്ഷേ എൻ്റെ കർത്താവിനെ അറിയാമെന്ന് പറയുമ്പോഴേക്കും ഐ നീഡ് ടു നോ ഹിം. ആസ് വെൻ ഐ വാസ് എ സ്മോൾ ചൈൽഡ്, ഐ നോ ഹിം ഓൺലി ദാറ്റ് വേ. വെൻ ഐ ബിക്കം എൻ യങ് പേഴ്സൺ, നോട്ട് ബൈ ദ ഏജ് അല്ല ഇവിടുത്തെ വിഷയം. ഐ നോ ദ ലോർഡ് ആസ് എൻ യങ് മാൻ ഹു ഈസ് ഓവർകമ്മിങ് സിൻ. പാപത്തെ ജയിക്കുന്ന, പിശാചിനെ ജയിക്കുന്ന ഒരു മകനായിട്ട് കർത്താവ് വളർന്നു വരുക്കണം. ദാറ്റ് ഇസ് എ യങ് മാൻ. ആൻഡ് ദെൻ കംസ് ടു ആസ് ഫാദേഴ്സ് who can guide the young people, who can tell them that there is a God who can stand by in every situation എന്ന് ധൈര്യത്തോടെ ഉറപ്പ് കൊടുക്കുവാൻ, ഈവൻ ടു ദ യങ്സ്റ്റേഴ്സ്, അവരോട് പോലും ധൈര്യത്തോടെ പറയാം. തീത്തോസിൻ്റെ ലേഖനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വായിക്കാം. നമുക്ക് പറയാം, നമ്മൾ യൗവനക്കാരെ നിങ്ങൾ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. Isn't it? Let's read that portion. തീത്തോസ് വായിച്ചാൽ, തീത്തോസിൻ്റെ 2-ാമത്തെ അധ്യായം, 2-ാമത്തെ അധ്യായത്തിൻ്റെ chapter 2 verse 1. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്ക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണം എന്നും. The older men be sober, reverent, temperate, sound in faith, in love and in patience. പ്രായം കൊണ്ട് നമ്മൾ വർദ്ധിക്കുന്നത് പോലെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എന്തുണ്ടാവണം? നിർമ്മതരായിരിക്കണം, ഗൗരവമുള്ളവരായിരിക്കണം, സുബോധമുള്ളവരായിരിക്കണം, വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായിരിക്കണം. പ്രായം കൂടുന്തോറും ഇറിറ്റേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്ത് ചെയ്യണം? ആത്മീയമായിട്ട് വളരുവാനുള്ളവരാണെങ്കിൽ എങ്ങനെയായിരിക്കണം? ഇങ്ങനെയായിരിക്കണം. പിന്നെ അടുത്ത വാക്യം.
എന്നും വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യന്മാരും ഏഷണി പറയാത്തവരും വീഞ്ഞിനടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും No, വൃദ്ധമാരും ദ ഓൾഡർ മെൻ, ഓൾഡർ വുമനെ കുറിച്ച് ആദ്യം പറഞ്ഞത് ആരെ കുറിച്ചായിരുന്നു? പ്രായമുള്ള പുരുഷന്മാരെ കുറിച്ചാണെങ്കിൽ, ഓൾഡർ മെൻ ആണെങ്കിൽ ഇപ്പൊ പറയുന്ന ആരെ കുറിച്ചാ? വൃദ്ധന്മാരെ കുറിച്ച്. വൃദ്ധന്മാരെ കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ പവിത്രയോഗ്യരും ഏഷണി പറയാത്തവരും വീഞ്ഞിനടിമയില്ലാത്തവരും. വായിച്ചോട്ടെ. പവിത്രയോഗ്യരും ഏഷണി പറയാത്തവരും വീഞ്ഞിനടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയന്മാരും. യൗവനക്കാരത്തികളെ എന്ന് പറഞ്ഞാൽ ടു ദ യങ് പീപ്പിൾ യു മസ്റ്റ് ടീച്ച്, യു മസ്റ്റ് ട്രെയിൻ ദം. എന്താണ് അവരെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണോ? എന്താ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയന്മാരും, കുടുംബം നോക്കുന്നവരായി ഭർത്താവിനോട് പ്രിയമുള്ളവരായിരിക്കണം. പിന്നെ പുത്രന്മാരെ നോക്കുന്നവരായിരിക്കണം. ടു ലവ് ദ ചിൽഡ്രൻ. പിന്നെ സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരായിരിക്കണം. ദയുള്ളവരായിരിക്കണം. ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരായിരിക്കണം. ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കാം. Praise God. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നു that is one level, and then he talks to the next one, to the young people. ഇവിടെ പറഞ്ഞത് likewise exhort the young men to be, verse 6, ആറാമത്തെ വാക്യം, ഔവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുക. You must be, you see what it says, young men likewise you must be sober minded. Sober minded എന്ന് പറഞ്ഞാൽ എന്നാ? What do you mean by sober minded? എപ്പോഴും long faced, is that what it means? സോബർ മൈൻഡഡ് എന്ന് പറഞ്ഞു നിർമ്മതരായിരിക്കുക എന്ന് പറഞ്ഞത്. നിർമ്മതരായിരിക്കുക എന്ന് പറഞ്ഞാൽ ബോധമുള്ളവരായിരിക്കാം. യു നീഡ് ടു നോ യുവർ കോളിംഗ്. നിങ്ങൾ ആരാണ് നിങ്ങൾ തിരിച്ചറിയണം. ആരാണ് നിങ്ങൾ? നിങ്ങൾ ദൈവമക്കളാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ആർക്ക് ദോഷം വരും? ഇടയന് ദോഷം വരും. ഇടയൻ്റെ നീതിക്കൊത്തവണ്ണം വേണം നടക്കാൻ. നമ്മൾ എന്തെങ്കിലും ചെയ്താലും കുഴപ്പമില്ല എന്നൊന്നും നടക്കുക. സോ നിർബന്ധരായിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇൻ ഓൾ തിങ്സ് ഷോയിങ് യുവർ സെൽഫ് ആസ് എ ഗുഡ് പാറ്റേൺ ഓഫ് വർക്ക്സ് ഇൻ ഡോക്ട്രിൻ ഷോയിങ് ഇൻറ്റഗ്രിറ്റി, റെവറൻസ് ആൻഡ് ഇൻകറപ്റ്റബിലിറ്റി, സൗണ്ട് സ്പീച്ച് ദാറ്റ് കനോട്ട് ബി കണ്ടംഡ്. വായിച്ചാട്ടെ, വേഗം വായിച്ചേ. ഉപദേശത്തിൽ വായിച്ചാട്ടെ. യൗവനക്കാരെയും യൗവനക്കാരെ സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുക. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിനും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവനായിരിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവനായിരിക്കുക. സോ യു മസ്റ്റ് നോ വാട്ട് യങ് പീപ്പിൾ, യു മസ്റ്റ് നോ വാട്ട്? ഉപദേശം അറിയണം. യു നീഡ് ടു നോ ഡോക്ട്രിൻ, റൈറ്റ്? വേറൊരു ഡോക്ടറിൻ പ്രസംഗിച്ചാൽ അന്നേരം കത്തണം. അതിന് നമുക്ക് നമ്മുടെ ബൈബിൾ അറിയണം, ഇല്ലേ? നമുക്ക് നമ്മുടെ ബൈബിൾ അറിയണം. ഈ പറയുന്നത് ശരിയല്ല, പുസ്തകത്തിനകത്ത് എഴുതിയിട്ടില്ലാത്ത കാര്യമാണ് പറയുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആരെക്കുറിച്ചാണ് പറയുന്നത്? യൗവനക്കാരെക്കുറിച്ച്. അതിന് താഴെയുള്ള ആരൊക്കെയാ? കൊച്ചു പിള്ളേരായത്തെക്കുറിച്ചാണ്, അല്ലേ? So now it says that cannot be condemned, and one who is component ashamed, having nothing evil to say, exhort bond servants. Leave that. Now understand this way. So God has given us, കർത്താവിനെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ which level are we talking about? Are we talking about I'm a baby carried by the Lord everywhere? ഇന്നും കർത്താവെ എന്നെ എടുത്തുകൊണ്ട് നടക്കണം. കർത്താവ് അല്പം ഒന്ന് താഴെ വെച്ച് കഴിഞ്ഞാൽ കരയും. കൊച്ചു പിള്ളേരങ്ങനെയല്ലേ? എപ്പോഴും എടുത്തുകൊണ്ട് നടക്കണം, എപ്പോഴും പാമ്പർ ചെയ്യണം, അങ്ങനെയുള്ള ആ ഒരു ലെവലാണോ? അതോ ഓവർകമ്മ, പാപത്തിൻ്റെ മേൽ പോരാടി ജയിക്കുന്ന ദൈവമക്കൾ? യു നോ വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്. എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നതെന്നറിയാം. ഓർ യു കം ടു എ ഫാദേഴ്സ് ലെവൽ where you know your father, you know doctrine. Once you cross all this, you know your God. You should be able to say the direction to the young person. Even they, അവർ പോലും ചിലപ്പോൾ തളരുന്ന സമയത്ത് അവരോടൊരു വാക്ക് പറയാൻ ഈ ഫാദേഴ്സിന് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഏജ് ഈസ് ക്യാച്ചിങ് അപ്പ്, ഇറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കർത്താവിനെ അറിയുന്നതും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.